ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്യുന്ന കംപ്ലൈൻറ്റുകൾ പറഞ്ഞാൽ ഒന്ന് സെൽഫ് വർക്കിംഗ് അല്ല, സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഓയിൽ മാറ്റാമെന്ന കേസ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഹെഡ് ലൈറ്റ് ബൾബ് ഒരു പോയിൻ്റ് ഇല്ല, ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഈ ജനറൽ സർവീസ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ കോമൺ ആയിട്ട് വണ്ടി കയറ്റിയിട്ട് എല്ലാ വണ്ടികൾക്കും ജനറൽ സർവീസിന് ചെക്ക് ചെയ്യണ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കംപ്ലയിൻസ് ഉള്ള പാർട്സുകളുടെ ഡീറ്റെയിൽസ് അടക്കം അതിൻ്റെ ഒരു കൊട്ടേഷനാണ് നമ്മൾ ഈ വീഡിയോയുടെ ഒപ്പം അയക്കേണ്ടത്. അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. കമ്പനി ലൈനറൊക്കെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാക്ക് ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം നല്ല ടയറാണ് നടക്കുന്നത്. ഹബിനും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ നിലവിൽ ബാക്കിലത്തെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാം ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് കയറ്റിയാൽ മതി. ഉരച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. അതാണ് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് ഇതുള്ളൂ. നമുക്ക് അതിൻ്റെ ഈ ഭാഗത്ത് ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ ലിഫ്റ്റ് ചെയ്തിട്ട് നോക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിവിടെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഇവിടെ ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരംഭമാണ്. ഇപ്പം നമ്മളത് അഴിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മളെ കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ നമ്മൾ ഇൻഫോം ചെയ്തെന്നുള്ളൂ. ഈ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഗിയറിൻ്റെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഗിയർ ഓയിൽ വരുന്നുണ്ട്. അത് 120 മില്ലി ഓയിലാണ് നമുക്ക് വരുന്നത് കേട്ടോ. അതിൻ്റെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ചെയ്യാം. അതല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ലീക്ക് കൂടുതൽ കാണിച്ചിട്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് സർവീസിലൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ലീക്കേജ് കൂടാൻ സാധ്യതയുള്ളൂ. നെക്സ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ 4 മാസം കഴിയുമ്പോൾ 4 മാസമാണ് അതിൻ്റെ സർവീസ് പീരീഡ്. അതുവരെ എന്തെങ്കിലും ഓടാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ചെറിയ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തതിനെങ്കിൽ ചില കംപ്ലയിൻറ്റ് പെട്ടെന്ന് വരും. അപ്പോൾ കൂട്ടത്തിൽ ചെയ്യണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അടുത്ത സർവീസിൽ നോക്കിയാൽ മതിയിട്ട് ചെയ്താൽ മതിയെങ്കിൽ ആ രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ഇടുന്ന എസ്റ്റിമേറ്റിൽ ഗിയർ ബോക്സിൻ്റെ ഭാഗം ഉൾപ്പെടുത്തണില്ല. അത് കൂട്ടത്തിൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യട്ടെ. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഫുള്ള് പൊടി കയറി നല്ലോണം ബ്ലോക്കാണ്, ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ തന്നെ വണ്ടിക്ക് രാവിലെ നമ്മളിപ്പോൾ ഇന്ന് കാലത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കയറ്റുന്ന സമയത്ത് സെൽഫ് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ആവാനായിട്ട് ഡിലേ ഉണ്ടായി. സ്റ്റാർട്ട് ആയതിനു ശേഷം വണ്ടി നമുക്ക് ഒരുപാട് വണ്ടി മൂവ് ചെയ്യാനായിട്ട് ചോക്കിലിട്ട് കുറേ നേരം റേസ് ചെയ്തതിന് ശേഷമൊക്കെയാണ് മൂവ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗവും പ്രോബ്ലം ഉണ്ട്. അങ്ങനെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാർബറേറ്റർ അസംബ്ലി അടക്കം അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ട് വേണം ട്യൂൺ ചെയ്യാനായിട്ട്. എന്നാലാണ് അത് പക്കയാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ എയർ ഫിൽറ്ററും എന്തെങ്കിലും മാറ്റണം, പ്ലഗ് എന്തെങ്കിലും മാറ്റണം. അപ്പോൾ ആ കൂട്ടത്തിടെ കാർബറേറ്ററും കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് പറയാം. നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും ബ്ലോക്കുള്ള എയർ ഫിൽറ്ററിൽ ഇത്രയും ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഫിൽട്രേഷൻ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും കുറേ പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ടുണ്ടാവും. സാധാരണ രീതിയിൽ അതിൻ്റെ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയി പോകുന്ന കംപ്ലയിൻറ്റ് കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതും അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ അഴിച്ചു നോക്കിയിട്ടില്ല. കാരണം കാർബറേറ്റർ ക്ലീനിങ് ഒക്കെ നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല, അഡീഷണൽ പേയ്മെൻറ്റ് വന്ന കേസ് ആയതുകൊണ്ടാണ് പെർമിഷൻ എടുത്തിട്ട് ചെയ്യാം എന്നുള്ള ധാരണയിൽ നമ്മൾ പറയണം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ നമ്മൾ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ വർക്ക് ചെയ്യിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ കേബിൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ടൈറ്റ് കാണിക്കുന്നുണ്ട്. കേബിൾ നമ്മൾ ആക്സിലേറ്റർ ഒരുപാട് ബലം പിടിച്ച് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ വേണ്ടി അയച്ചിട്ടുണ്ട്. നിലവിൽ ഇവിടെ നോക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും സൈഡിൽ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി. കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കതിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. എന്തായാലും നെക്സ്റ്റ് സർവീസ് വരെ കണ്ണുടച്ച് നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അടുത്ത സർവീസിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ജനറൽ സർവീസായിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കംപ്ലയിൻറ്റ് കൂടുതൽ തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റാം. അതല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ ഈ കമ്പനി ബെൽറ്റിൻ്റെ പ്രത്യേകത ചെറിയൊരു പൊട്ടൽ വന്നാൽ പോലും നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ പറ്റും. മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയത്. പിന്നെ അതേപോലെ എൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. വർക്കിംഗ് ഒരല്പം സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ടൈറ്റ് പോലെ കാണിച്ചു തുടങ്ങിയത് നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടക്കം വന്ന യൂണിറ്റാണ്. അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളുള്ളൂ. ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ്ങിന് വേണ്ടി അഴിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന തുരുമ്പാണ്. അപ്പോൾ അത് അഴിച്ച് ഗ്രീസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ആ പിന്ന്, റോളർ, അതിൻ്റെ റബ്ബർ കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ട് വരും. വലിയ വിലയൊന്നുമില്ല, ഏകദേശം ഒരു 100 രൂപയുടെ ഉള്ളിലൊക്കെയാണ് അത് വരുള്ളൂ. അതും നമ്മൾ കൂട്ടത്തിലൂടെ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. അതേപോലെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് കവറിൻ്റെ ഉള്ളിലുള്ള പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണുണ്ട് കേട്ടോ.
പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് സാധാരണ നമ്മളിപ്പോൾ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുകൊടുത്ത് കഴിയുമ്പോൾ പുറമേത്തെ ചെടി പോകും. പക്ഷേ എൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ശ്രദ്ധിച്ചോട്ടോ. ഈ ഭാഗം ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയാണ്, ഉള്ളിലൊക്കെ ഫുള്ള് ചെളിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ അഴിച്ചിട്ട് ഇതേപോലെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ ഉണ്ടല്ലോ, എവിടെയെങ്കിലുമൊക്കെ തുരുമ്പോ കാര്യങ്ങളോ ചേസിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ കൈയോടെ നമുക്ക് ആ പെയിൻറ്റ് ടച്ച് ചെയ്തിടാനും പറ്റും. ഉൾഭാഗമൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ വാട്ടർ സർവീസിൻ്റെ കേസ് പ്രത്യേകം നമ്മൾ ബോഡി വാഷ് ചെയ്യുമ്പോൾ 150 രൂപയാണ് കോസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അഴിച്ച് കഴുകുമ്പോൾ നമ്മൾ അഡീഷണൽ 150 രൂപ. അപ്പോൾ 300 രൂപ നമുക്ക് അതിന് ചിലവ് വരും മൊത്തത്തിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ. അത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം പോകാണ്ടൊക്കെ കവർ ചെയ്തൊക്കെ നിർത്തുന്നുണ്ട്. അപ്പോൾ സമയം എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആ എമൗണ്ട് വന്നത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം തീർന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ ഒന്ന് ചേഞ്ച് ചെയ്തിടാം. കേബിളുകൾക്കൊന്നും വേറെ പ്രോബ്ലം ഇല്ല. സ്പീഡോമീറ്റർ കേബിൾ ആയാലും വർക്കിംഗ് ഓക്കെയാണ്. ശരിക്കും മീറ്റർ കംപ്ലൈൻറ്റാണ്. അതായത് ഈ മീറ്ററിൻ്റെ കിലോമീറ്റർ കറക്റ്റായിട്ട് വർക്കാവില്ല. ഓഡോമീറ്റർ കംപ്ലൈൻ്റ് ആണ്. പക്ഷെ നമുക്ക് അതൊന്നും കംപ്ലൈൻറ്റ് ജസ്റ്റ് ചോദിച്ചായിരുന്നു. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യാം. കാരണം വണ്ടിയുടെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എല്ലാ മെയിൻ്റനൻസും വരാം. അപ്പോൾ അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒന്ന് മാറ്റിയിടണം നല്ലതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ കിലോമീറ്റർ അനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ച് വരാം, അതിൻ്റെ പീരിയോഡിക് സർവീസുകളുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ, ഇപ്പോൾ ഡീകാർബണൈസിങ് കാര്യങ്ങളൊക്കെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ വരാം. സർവീസ് നമ്മൾ ഈ പറഞ്ഞ പോലെ 4 മാസത്തിലൊരിക്കൽ നമ്മൾ ചെയ്താൽ മതി. പക്ഷേ ഓയിൽ മാറ്റൽ ചിലപ്പോൾ 4 മാസം കൊണ്ട് ചിലപ്പോൾ ഓയിൽ മാറേണ്ട കിലോമീറ്റർ ഒന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒന്നോലെ നമ്മൾ നേരത്തെ മാറ്റി കളയും, അതല്ലെങ്കിൽ മാറ്റാൻ വൈകിപ്പോൾ എങ്ങനെയാണെങ്കിലും നഷ്ടം തന്നെയാണ്. അപ്പോൾ നോക്കിയിട്ടൊന്ന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്തിട്ടാണെങ്കിൽ നല്ലതാണ്. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഫ്രണ്ടിലെ ഈ കുഷ്യൻ്റെ ബുഷ് നമുക്കൊന്ന് മാറ്റിയിടാം. ഈ ബുഷ് ഒന്ന് ചേഞ്ച് ചെയ്തിടാം. ഇതിൻ്റെ ഉള്ളിൽ ലിങ്ക് ബുഷിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷ് മാത്രം നമുക്കൊന്ന് മാറ്റിയിടാം. എന്നിട്ട് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം റെഡി ആയിക്കോളും. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഈ സൈഡിലൊക്കെ ഒരു നല്ല രീതിയിൽ തേയ്മാനം വന്നു പോയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇങ്ങനെ വന്ന കേസിൽ ചെയ്യേണ്ടത് നമ്മൾ ബാക്ക് ടയർ മാറ്റുമ്പോൾ ഫ്രണ്ടിലെ ടയർ ബാക്കിലേക്ക് ഇട്ടേച്ചും പുതിയ ടയർ ഫ്രണ്ടിലാണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് വണ്ടിക്ക് ഓടിക്കാൻ കംഫർട്ടും ടയറും പരമാവധി നമുക്ക് ഉപയോഗിക്കാനും പറ്റുന്നത്. അത് ആ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ്. ഇപ്പോൾ ഹാൻഡിലുമ്പോൾ നമുക്ക് ടൈറ്റ് അനുഭവപ്പെടുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ടയറിൻ്റെയാണ്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വീൽ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഗ്രീസ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ ആ രീതിയിലിടാം. മാക്സിമം കംപ്ലൈൻ്റ് ആയിട്ടത് മാറ്റിയാലും മതി. പിന്നെ മെയിനായിട്ട് സെൽഫിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയാണ് അതിൻ്റെ കാരണക്കാരൻ. വോൾട്ട് നോക്കുമ്പോൾ 11.85 റേഞ്ച് വോൾട്ട് കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ വണ്ടിയുടെ താക്കോൽ ഓണാക്കുമ്പോൾ തന്നെ വെറുതെ ഇപ്പോൾ ഞാൻ താക്കോൽ ഓണാക്കിയതാണ്. അപ്പോൾ തന്നെ 10.80 പോകുന്നുണ്ട്. ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുമ്പോൾ സെൽഫ് മോട്ടറിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് അടിക്കുമ്പോൾ തന്നെ 5 പോകണം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ബാറ്ററി നമ്മൾ ആ മോട്ടറിലേക്ക് കൊടുക്കുന്ന ലോഡ് കൂടെ കൊടുത്തു നോക്കണം. അപ്പോൾ തന്നെ ശരിക്കും 5 വരാണ്. 5, 4, 6 ഇഞ്ചിലേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സെൽഫ് നമ്മൾ എടുക്കില്ല. നമുക്ക് ബാറ്ററി ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടോ എന്നുള്ള ദിവസം നമുക്ക് ചാർജ് ചെയ്ത് നോക്കിയിട്ട് പറയാം. കാരണം എന്ന് വെച്ചാൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. 5 വോൾട്ടിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്താലും കയറി വരാൻ സാധ്യത കുറവാണ്. പിന്നെ അതിൻ്റെ ഈ 2023 ബാറ്ററി ഇത് ഇരിക്കുന്നത്. അതിൻ്റെ വാറണ്ടി പീരീഡ് എന്ന് പറഞ്ഞാൽ 24 മാസമാണ്. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കിട്ടും. അപ്പോൾ അതിൻ്റെ കാർഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാറണ്ടി കാർഡിനകത്ത് ഡേറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ. അതിനകത്ത് 24 മാസം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുക. ആ 24 മാസം തികഞ്ഞിട്ടില്ല. ബാറ്ററി നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലൈൻറ്റും കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ക്ലെയിം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിൻ്റെ ക്ലെയിമിൻ്റെ കേസ് റെഡിയാക്കി തരാം. നമ്മുടെ അടുത്തുനിന്ന് മേടിച്ച ബാറ്ററി നമ്മൾ തന്നെ ക്ലെയിമിൻ്റെ കേസ് റെഡിയാക്കി തരാം. ഇനി അതല്ല വേറെ പുറമേ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്ത ബാറ്ററി കടകൾ അവരത് ക്ലിയർ ചെയ്ത് തരും. വാറണ്ടി പീരീഡിലുള്ളതാണ് ഈ മാത്രം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കാർഡ് വെച്ചിട്ട് നോക്കാം. 2023 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2025 ഉള്ളൂ. അപ്പോൾ 2 വർഷമുണ്ട്. പക്ഷേ അത് ഏത് മാസമാണെന്നുള്ള കേസിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അതായത് 24 മാസം തികയാതാണെങ്കിൽ നമുക്ക് മാറ്റി കിട്ടും. ഇനി നേരെ മറിച്ച് 24 മാസം കഴിഞ്ഞ വണ്ടിയാണെങ്കിൽ ബാറ്ററി ആണെങ്കിൽ നമുക്ക് കിട്ടില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളാം. എന്തായാലും ബാറ്ററിക്ക് എനിക്ക് ലൈഫ് മോശമായിട്ടാണ് കാണുന്നത്. 10 പോയിൻറ്റിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് 5 വരണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. പിന്നെ പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, പ്ലഗ് പോയിൻ്റൊക്കെ നല്ല രീതിയിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോബ്ലം സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റിൽ കാണിക്കുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണ്. ഇത് സ്പോഞ്ച് മോഡലാണ്. അത് ദ്രവിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് ഒന്ന് ആക്സിലേറ്റർ കേബിൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്, ടൈറ്റ് ഉണ്ട്. അതേപോലെ കാർബേറ്റർ അസംബ്ലിയിൽ നിന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് അതൊക്കെ അതിന് പുറമെ വന്ന വർക്ക്. ബാക്കിയത്തെ എല്ലാം തന്നെ നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കാണ്.
അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഇടാം. അപ്പോൾ ആ കൊട്ടേഷൻ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏത് പാർട്സുകൾക്ക് എന്ത് റേറ്റ് എന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ ഹെഡ്ലൈറ്റ് ബൾബ് പോയിട്ടുണ്ട്, ബാക്കിൽ വരുന്ന ടൈലൈറ്റിൻ്റെ ബൾബ് കംപ്ലൈൻ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ തരാം, അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.